നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് വൈകുന്നേരങ്ങളിൽ കടൽ തീരത്ത് പോയിരുന്ന് കാറ്റ് കൊള്ളുക എന്ന് പറയുന്നത്. പണ്ട് ഞാൻ ജേർണലിസം പഠിക്കാൻ പോകുന്ന സമയത്ത് കഴക്കൂട്ടത്തുള്ള മേനംകുളം ബീച്ചിലിടയ്ക്ക് പോയി ഇരിക്കാറുണ്ടായിരുന്നു. അന്ന് ഈ തീരപ്രദേശത്ത് തിരമാല അടിക്കുമ്പോൾ സന്ധ്യാനേരങ്ങളിൽ വന്നു കയറുന്ന ചില ഞണ്ടുകളുണ്ട് ചുവന്ന നിറത്തിൽ. അവയെ പിടിക്കാൻ പലപ്പോഴും ഓടുമ്പോൾ മനുഷ്യൻ്റെ അനക്കം കണ്ടു കഴിഞ്ഞാൽ അവ വെള്ളത്തിലേക്ക് പോവുകയോ മണലിലൊളിക്കുകയോ ഒക്കെ ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ ആഫ്രിക്കയിലെ കാൽവരി ഐലൻഡുകളിൽ ചില ഡൈവേഴ്സ് ഈ അടുത്ത ചില സമയങ്ങളിലായിട്ട് വിചിത്രമായൊരു കാഴ്ച കണ്ടു. വെള്ളത്തിനടിയിൽ നിന്നും കറുത്ത നിറത്തിലുള്ളൊരു മത്സ്യം മുകളിലേക്ക് നീന്തി വരുന്നതായിരുന്നു കാഴ്ച. ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ബ്ലാക്ക് സീ ഡെവിൾ ഫിഷ് എന്നറിയപ്പെടുന്ന വളരെ റെയറായ ഭൂമിയുടെ കടലിൻ്റെ ഉപരിതലത്തിൽ അങ്ങനെ വരാറില്ലാത്തൊരു മത്സ്യമാണ് ഇത്തരത്തിൽ മുകളിലേക്ക് പൊന്തി വരുന്നതായിട്ട് അവർ കണ്ടത്. അപ്പോൾ ഈ മത്സ്യം മാത്രമല്ല, സിൽവർ നിറത്തിൽ ലൈനിങ് ഉള്ള നീളമുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഓർ മത്സ്യത്തെയും ചില തീരപ്രദേശങ്ങളിൽ അൺയൂഷ്വലായിട്ട് കണ്ടു. ഇതും കടലിൻ്റെ അടിയിൽ മാത്രം കാണപ്പെടുന്ന ചില മത്സ്യങ്ങളാണ്. ഇത് കൂടാഞ്ഞിട്ട് കരയിലേക്ക് ചില സമയങ്ങളിൽ ജീവനോടുകൂടി തിമിംഗലക്കൂട്ടങ്ങൾ വന്നു ചേരാറുണ്ട്. അത്തരം എക്സ്ട്രീം കണ്ടീഷനുകളിലായിട്ട് വന്നു കയറുന്ന തിമിംഗലങ്ങളെ പലതിനെയും ജീവനോടെ തിരിച്ച് പറഞ്ഞയക്കാൻ കഴിയില്ല, അത്രത്തോളം ഭാരമുണ്ട്. ഈ വക സംഭവങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകളിലായി ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ലോകാവസാനത്തിൻ്റെ സൂചനയാണ് എന്നുള്ള തരത്തിൽ പല രീതിയിലുള്ള കഥകളും പടച്ചുവിടുന്നുണ്ട്. സംഭവം എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളും ലോകാവസാനവും തമ്മിൽ ബന്ധമൊന്നുമില്ല. ചിലർ പറയുന്നു സുനാമി വരാൻ പോകുന്നു, ഭൂകമ്പം വരാൻ പോകുന്നു. പക്ഷേ അതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല. എന്തായാലും നമുക്ക് ഈ ബ്ലാക്ക് സീ ഡെവിൾ ഫിഷ് എന്ന് പറയുന്ന ആംഗ്ലർ ഫിഷിൻ്റെ കൂട്ടത്തിൽപ്പെട്ട മത്സ്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ഫൂട്ടേജിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. അതിഭീകരമായ രീതിയിൽ വായും പ്രത്യേക തരത്തിൽ തലയിൽ നിന്നൊരു വെളിച്ചം പുറത്തേക്ക് വരുന്ന പന്തവുമുള്ള ഏകദേശം കടലിൻ്റെ അടിത്തട്ടിൽ 300 മീറ്റർ മുതൽ 5 കിലോമീറ്റർ ഇടയിലുള്ള ഗ്യാപ്പിൽ താമസിക്കുന്ന വളരെ വിചിത്രമായൊരു മത്സ്യമാണ് ആംഗ്ലർ മത്സ്യങ്ങൾ. ഏകദേശം ലോകത്താകമാനം എല്ലാ സമുദ്രങ്ങളിലുമായി പരന്നു കിടക്കുന്ന ഈ മത്സ്യത്തിൻ്റെ സാന്നിധ്യം നോക്കിക്കഴിഞ്ഞാൽ 170 മുതൽ 200ഓളം സ്പീഷീസുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനീ പറഞ്ഞ ആഴം, അതായത് ഒരു പരമാവധി 5 കിലോമീറ്റർ വരെയുള്ള സമുദ്രത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് പലപ്പോഴും സമുദ്രത്തിൻ്റെ അടിത്തട്ടാണ്. കാരണം ലോകത്തുള്ള എല്ലാ സമുദ്രം എടുത്താലും ചില സ്ഥലങ്ങൾ 10 കിലോമീറ്റർ വരെ ആഴമുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളും 5 കിലോമീറ്ററിൽ താഴെ മാത്രം ആഴമുള്ള പ്രദേശങ്ങളാണ്. അതായത് ഈ ആംഗ്ലർ ഫിഷുകൾ പലപ്പോഴും സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പതിയിരുന്നു കൊണ്ടാണ് ഇര പിടിക്കാറുള്ളത്. മാത്രമല്ല, നമ്മൾ കടലിലേക്ക് ചാടി താഴേക്ക് നീന്തിപ്പോയി കഴിഞ്ഞാൽ ഒരു 200 മീറ്ററൊക്കെ കഴിയുമ്പോൾ സൂര്യപ്രകാശം തീരെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആഴമായി മാറും. ആ രീതിയിലാണ് വെള്ളത്തിൻ്റെ സാന്നിധ്യം. സോ 300 മീറ്ററൊക്കെ എത്തുമ്പോൾ സൂര്യപ്രകാശം തീരെ ഇല്ലാത്ത പ്രദേശങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ഇത്തരം മത്സ്യങ്ങൾ അതിജീവിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സൂര്യപ്രകാശമാണ് ജീവൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ്ജം എന്ന് നമ്മൾ പറയുമ്പോഴും സമുദ്രത്തിൽ സൂര്യപ്രകാശം കാര്യമായി എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അപ്പോൾ ആഴക്കടലിൽ എങ്ങനെ ജീവികൾ ആഹാരം പാകം ചെയ്യുന്നു, അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്നു, എങ്ങനെ കൃത്യമായ രീതിയിൽ ഓക്സിജൻ്റെ വിതരണം നടക്കുന്നു തുടങ്ങിയ പല ചോദ്യങ്ങളും ഗവേഷകരുടെ മനസ്സിലേക്ക് ഉദിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ആഴക്കടൽ എന്ന് പറയുന്നത് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും ഉപരിതലം ഏറെക്കുറെ മാപ്പ് ചെയ്തവരാണ് മനുഷ്യർ. എന്നാൽ 5 മുതൽ 10% മാത്രമാണ് ആഴക്കടൽ മാപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത്രത്തോളം മിസ്റ്റീരിയസ് ആയ ഒരുപാട് ജീവിവർഗ്ഗങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പലതരത്തിലുള്ള അൺമാൻഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും മറ്റും വെച്ചുകൊണ്ട് ആഴക്കടലിലേക്ക് പോകുമ്പോഴാണ് പന്തം കൊളുത്തി പോകുന്ന പോലെ ചെറിയ നീലയും പച്ചയും കലർന്ന വെളിച്ചവുമായിട്ട് ആംഗ്ലർ ഫിഷുകൾ സമുദ്രത്തിലാകമാനം വെളിച്ചം വിതറിക്കൊണ്ട് നീന്തി നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 13 കോടി വർഷത്തെ പരിണാമ ചരിത്രമുള്ള ആംഗ്ലർ ഫിഷുകൾക്ക് എന്ത് പ്രത്യേകതയാണ് ഇതിനകത്ത് ജീവിക്കാൻ വേണ്ടി അഡാപ്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് ഞെട്ടുന്നത്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ലൈംഗികമായി ഇണചേരുന്നതിൻ്റെ കാര്യത്തിലായാലും അതിന് വെളിച്ചം നൽകുന്ന ടെക്നിക്കിൻ്റെ പിന്നിലായാലും ഒക്കെ തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള ചില അഡാപ്റ്റേഷനുകൾ കാണാൻ സാധിക്കും. ആദ്യം ഇവയുടെ സൈസിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഏകദേശം ഒരു 16 സെൻറ്റിമീറ്ററാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ പലതിൻ്റെയും ശരാശരി വലിപ്പം. ഏറ്റവും വലുതിന് 1.2 മീറ്റർ വരെ വലിപ്പം ഉണ്ടാവും. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടാണ്, പ്രകാശമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജീവിക്ക് പ്രകാശം നൽകുന്നത് നമ്മുടെ കരയിൽ മിന്നാമിനുങ്ങുകളില്ലേ, അവ ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് തിളങ്ങുന്നത്. അതേപോലെ എസ്ക എന്ന് പറയുന്ന ഒരു അവയവം പോലത്തെ ഭാഗം ഇത്തരം ആംഗ്ലർ ഫിഷുകളുടെ തലയ്ക്ക് മുകളിൽ നിന്നും മുന്നിലേക്ക് ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചില പ്രത്യേകതരം ബാക്ടീരിയകളുണ്ട്. അതായത് മത്സ്യത്തിൻ്റെ ഒരു പാരസൈറ്റിക് സ്വഭാവമാണ് ബാക്ടീരിയകൾ കാണിക്കുന്നത്. ബാക്ടീരിയകൾക്ക് ജീവിക്കാനുള്ള സ്ഥലമാണ് എസ്ക എന്ന് പറയുന്ന അവയവം. അവ തിളങ്ങും. ഈ തിളക്കം കണ്ട് പല മത്സ്യങ്ങളും
അടുത്തേക്ക് വരും. ഷാർപ്പായിട്ട് ആംഗ്ലർ ഫിഷുകൾ ഇവയെ ഇരപിടിക്കും. അധികം എനർജി ഒന്നും ലൂസാകാതെ വളരെ കൺസേർവ് ചെയ്ത രീതിയിലാണ് ആംഗ്ലർ ഫിഷുകൾ ഇരിക്കുന്നതെന്ന് മാത്രമല്ല, ഇവയുടെ വായ വളരെ വലുതും പല്ലുകൾ അകത്തോട്ട് മടക്കാവുന്നതുമാണ്. ഒരു തവണ വലിയൊരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മുഴുവൻ വിഴുങ്ങാൻ കഴിയുമെങ്കിൽ ആംഗ്ലർ ഫിഷുകൾ വിഴുങ്ങുകയും അതിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വയറും സ്റ്റൊമക്കും ആംഗ്ലർ ഫിഷുകൾക്കുണ്ട്. അതായത് ഗവേഷകർക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ള ആംഗ്ലർ ഫിഷുകളുടെ വയർ ഒന്നുകിൽ എംറ്റിയോ അല്ലെങ്കിൽ വലിയ മത്സ്യങ്ങളെ അത് വിഴുങ്ങിയ രൂപത്തിലുമാണ് കണ്ടിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഈ ബാക്ടീരിയകൾ തിളക്കം നൽകുന്നു. ഇത് തിളങ്ങുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആംഗ്ലർ ഫിഷ് തന്നെയാണോ കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടെങ്കിലും ഇവയുടെ തലയിൽ കാണപ്പെടുന്ന എസ്ക എന്ന് പറയുന്ന ആ ഒരു അവയവത്തിലുള്ള ബാക്ടീരിയകളെ കടലിൽ വേറെ എങ്ങും കാണാൻ കഴിയില്ല. അത് ആംഗ്ലർ ഫിഷുകളുടെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. എന്നാൽ ലാർവകളായിട്ട് ജനിച്ച് കടലിൻ്റെ സർഫസിലും മറ്റുമൊക്കെ പോയി ജീവിച്ച് പിന്നീട് ഉൾക്കടലിൽ സ്ഥിരതാമസമാക്കുന്ന ആംഗ്ലർ ഫിഷുകൾക്ക് ഈ തിളക്കമുള്ള സാധനം കിട്ടുന്നത് അതിൻ്റെ അഡൾട്ടറി ടൈമിൽ മാത്രമാണ്. കുട്ടിക്കാലത്തില്ല. അതായത് ബാക്ടീരിയ ഇതിൻ്റെ ജനനത്തോടൊപ്പം ഉണ്ടാകുന്നതല്ല, പിന്നീട് കയറി കൂടുന്നതാണ്. ചുറ്റുപാടിലൊന്നും ഇല്ലാത്ത ബാക്ടീരിയ ആണെങ്കിൽ എങ്ങനെ ഇവയ്ക്ക് ഇത്തരത്തിൽ തിളങ്ങുന്ന ബാക്ടീരിയ കിട്ടി എന്നൊരു ചോദ്യം ഗവേഷകർക്കിടയിലുണ്ട്. പലരും പറയുന്നത് ഇതിൻ്റെ സ്കിന്നിൽ തന്നെ വളരുന്നു എന്ന് പറയുന്ന ഗവേഷകരുണ്ട്. മാത്രമല്ല വലിയ അഡൾട്ട് ജീവികളിൽ നിന്ന് വരുന്ന ബാക്ടീരിയകളെ സ്വീകരിക്കുന്നതാണ് എന്ന് പറയുന്നതുണ്ട്. പക്ഷേ അത് ഒരു വലിയ സ്റ്റഡി ഏരിയ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത്തരം മത്സ്യങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ മർദ്ദത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിലുള്ള മർദ്ദത്തിനേക്കാൾ 1000 മടങ്ങ് അധികമായിട്ടുള്ള മർദ്ദമാണ് ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇത്രയും ആഴത്തിൽ ആംഗ്ലർ ഫിഷുകളുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറിലുള്ള ഒരു ശരീര രൂപമാണ് കാണിക്കുന്നത് എന്ന് പറയാം. അധികം ജീവികളൊന്നും ഇവയെ ഇരപിടിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല എങ്കിലും ചില മത്സ്യങ്ങളുടെ വയറ്റിൽ നിന്നും ആംഗ്ലർ ഫിഷുകൾ ഉൾക്കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഇവയുടെ പ്രത്യേകതകളായിട്ട് പറയാൻ കഴിയുമെങ്കിലും ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നൊരു പ്രത്യേകതയാണ്. ഇവ എങ്ങനെയാണ് ഇണചേരുന്നത്? ഞാൻ ഈ മുകളിൽ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം തന്നെ ഫീമെയിൽ ആംഗ്ലർ ഫിഷുകൾക്കുള്ള ക്വാളിറ്റീസാണ്. മെയിൽ ആംഗ്ലർ ഫിഷുകൾ താരതമ്യേന ചെറുതും ഫീമെയിലിനേക്കാൾ 10 മാത്രം സൈസ് ഉള്ളവയാണ്. ഈ ഇരുട്ട് നിറഞ്ഞ ആഴക്കടലിൽ പരസ്പരം മേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ മെയിൽ ഫിഷ് ജനിക്കുന്നതും ജീവിക്കുന്നതും മുഴുവൻ ഒരു ഇണയെ കണ്ടെത്താനും ലൈംഗികമായി ബന്ധപ്പെടാനും അതിലൂടെ ഓസ്പ്രിങ്സിനെ ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണെന്ന് പറയാം. അപ്പോൾ പ്രത്യേകതരം നമ്മുടെയൊക്കെ ഉറുമ്പുകൾ ഉപയോഗിക്കുന്ന ഫിറമോൺ പോലെയുള്ള മറ്റേതോ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇണയെ കണ്ടെത്തുന്ന മെയിൽ ഫിഷുകൾ ഇവയുടെ പല്ല് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ സൈസ് കൂടിയ ഫീമെയിൽ ആംഗ്ലർ ഫിഷിനെ കടിച്ചു പിടിക്കുന്നു. ഇതിൽ പല സ്പീഷീസുകളും കാണിക്കുന്നൊരു സ്വഭാവം, കടിച്ചു പിടിക്കുന്നതിലൂടെ മെയിൽ ആംഗ്ലർ ഫിഷിൻ്റെ ശരീരത്തിൽ പ്രധാനമായിട്ട് കണ്ണും വായും ഒക്കെ തന്നെ ഫീമെയിൽ ആംഗ്ലർ ഫിഷിൻ്റെ ശരീരവുമായിട്ട് ഫ്യൂസ് ചെയ്ത് പോകുന്നു. ഫ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവയുടെ ത്വക്കുമായി ചേർന്ന് ഇവ ജോയിൻ ചെയ്തതിന് ശേഷം ഫീമെയിലിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ മെയിലിലേക്ക് കടക്കുകയും മെയിൽ ഒരു പെർമനൻറ്റ് പാരസൈറ്റായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഫീമെയിലിൽ നിന്ന് ഫുഡും ന്യൂട്രിയൻസും കിട്ടുന്നതിനനുസരിച്ച് മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പേം ഡെലിവറി ഫീമെയിലിന് കൊടുത്തുകൊണ്ടാണ് അവരുടെ ഒരു എക്സിസ്റ്റൻസ് നിലനിർത്തുന്നത്. ചില മെയിലുകൾ ഡിറ്റാച്ച് ചെയ്യാറുണ്ടെങ്കിലും ഭൂരിഭാഗം സ്പീഷീസുകളും ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായൊരു സെക്ഷൽ ഡൈമോർഫിക് സ്വഭാവമാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇത് കാണുന്ന സമയത്ത് പലപ്പോഴും തോന്നുക എന്ന് പറയുന്നത് ഇതൊരു അവയവ മാറ്റം പോലെ അല്ലെങ്കിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലെ ടെസ്റ്റിക്കിൾ എന്ന് പറയുന്ന പുരുഷ ലൈംഗിക അവയവം ഫീമെയിലിന് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ പോലെയാണ് തോന്നുക. അതായത് ആഴക്കടലിൽ എങ്ങനെയാണ് അതിജീവനം സാധ്യമാകുന്നത് എന്നതിൻ്റെ മറ്റൊരു വെർഷനായിട്ട് ആംഗ്ലർ ഫിഷുകളുടെ ഈ ഒരു പ്രത്യുൽപാദന രീതിയെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇത്തരത്തിൽ മെയിൽ ഫിഷ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ശരീരം ഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഈ രോഗപ്രതിരോധ സംവിധാനങ്ങൾ, ടീൽ സെൽസ് ഉൾപ്പെടെയുള്ള രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളും ഫീമെയിൽ ഫിഷിൽ കുറവാണ് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈസിലി മെയിൽ ഫിഷിന് ഇവരുടെ ശരീരവുമായി ഫ്യൂസ് ചെയ്ത് ഒരു ഓർഗൻ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. അങ്ങനെ പൊതുവെ ഇത്തരത്തിലുള്ള ചില ഫീച്ചറുകളാണ് ആംഗ്ലർ ഫിഷുകളുടെ പല സ്പീഷീസുകളെയും എടുത്താൽ ജനറലി പറയാൻ കഴിയുന്നത്. എന്നാൽ ഇവയ്ക്കിടയിൽ ഈ പറയുന്ന 170-200 സ്പീഷീസുകൾക്കിടയിൽ പലതരത്തിലുള്ള ഫൈബർ കേബിളുകൾ പോലെ ശരീരമാസകലം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നൂലുകൾ പോലെയുള്ള ഭാഗങ്ങൾ തിളങ്ങുന്ന ആംഗ്ലർ ഫിഷുണ്ട്. വാൽഭാഗം മാത്രം തിളങ്ങുന്നവയുണ്ട്. വാ തുറക്കുമ്പോൾ വായുടെ ടോപ്പ് ഭാഗത്ത് മാത്രം ബാക്ടീരിയകൾ തിളങ്ങാൻ വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്ന ആംഗ്ലർ ഫിഷുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റി ലോകമാണ് ആഴക്കടലെന്ന് പറയുന്നത്. നമ്മൾ ഇനിയും ഒരുപാട് ജീവജാലങ്ങളെ കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ ഈ ജീവിയെക്കുറിച്ച് ഇത്രയും അറിയുന്നത് വളരെ വലിയ കാര്യം. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ആംഗ്ലർ ഫിഷുകൾ എന്തുകൊണ്ട് കടലിൻ്റെ സർഫസിലേക്ക് വരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഉത്തരം അവരുടെ ആരോഗ്യമാണ്.
പലപ്പോഴും ഇര പിടിക്കാൻ കഴിയാതെ വരുമ്പോഴോ നാവിഗേഷൻ സിസ്റ്റം നഷ്ടപ്പെടുമ്പോഴോ ഒക്കെ തന്നെ മുകളിലേക്ക് വരുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ആഴക്കടലിലെ കറണ്ടുകളുണ്ടല്ലോ, ഓഷൻ കറൻസ്. ഇതിനുണ്ടാകുന്ന വേരിയേഷൻ മൂലം പലപ്പോഴും അവയോടൊപ്പം ആരോഗ്യം നഷ്ടപ്പെട്ട ആംഗ്ലർ ഫിഷുകളോ ലൊക്കേഷൻ മാറുന്ന ആംഗ്ലർ ഫിഷുകളോ എത്താം. എങ്കിലും ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ആഴക്കടലിൽ ഉണ്ടാകുന്ന ഓഷൻ അസിഡിഫിക്കേഷൻ, അതായത് പലതരത്തിലുള്ള മിനറൽസും മൈനിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലവണാംശവും ഒക്കെ തന്നെ അടിഞ്ഞു ചേർന്നതിൻ്റെ ഫലമായി ആഴക്കടലിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ന്യൂട്രിയൻസിൻ്റെയും ചൂടിൻ്റെയും ആസിഡ്സിൻ്റെയും ഓക്സിജൻ്റെ ലഭ്യതയുടെയും വേരിയേഷൻസ് മൂലം പലപ്പോഴും അവ മൈഗ്രേറ്റ് ചെയ്യേണ്ട സാധ്യത ഉണ്ടാകാറുണ്ട്. ആഴക്കടലിൽ ഓക്സിജൻ കുറവാണ്, പക്ഷേ അവിടെയും പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. നമ്മൾ മുമ്പൊരു ന്യൂസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ അവിടെയുള്ള മെറ്റൽസിൽ നിന്ന് ഓക്സിജൻ പുറത്തേക്ക് വരാറുണ്ട്. സർഫസിലുള്ള ഓക്സിജൻ അടങ്ങിയ വെള്ളത്തെ ഓഷൻ കറണ്ട് താഴെ എത്തിക്കാറുണ്ട്. അങ്ങനെ പല മെത്തേഡുകളുമുണ്ട്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഹൈഡ്രോ തെർമൽ വെൻറ്റുകളിൽ നിന്ന് ഹീറ്റ് ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉണ്ടാകുന്ന കാര്യമായ വേരിയേഷൻ പല ജീവികളുടെയും ഹാബിറ്റാറ്റ് മാറ്റാറുണ്ട്. സുനാമിയും എർത്തുക്വേക്സും ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ജീവികളുടെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും കാര്യമായിട്ട് ആഴക്കടൽ മത്സ്യങ്ങൾക്ക് ദോഷമുണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് പറയാൻ കഴിയുന്നത് കാലാവസ്ഥാ വ്യതിയാനവും സമുദ്രത്തിൽ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകളുമാണ്. പലപ്പോഴും വളരെ ഡീപ്പായിട്ട് പോയിട്ട് മത്സ്യബന്ധനം നടത്തുന്ന നെറ്റുകൾ ഉപയോഗിക്കുന്ന വലിയ കമ്പനികളുണ്ട്. അവരുടെ നെറ്റുകളിൽ പെടുന്ന മത്സ്യങ്ങളും സത്യത്തിൽ നമ്മുടെ ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന പോലെ ഇത്തരം സംഭവങ്ങളും ലോകാവസാനവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല. പിന്നെ സുനാമിയും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുമ്പോൾ കടലിലുള്ള ജീവജാലങ്ങൾ അവരുടെ പാറ്റേണിൽ വ്യതിയാനം കാണിക്കുന്നു എന്ന് പറയുന്നത് ചില തരത്തിലുള്ള അഡാപ്റ്റേഷനുകളായിരിക്കാൻ സാധ്യതയുണ്ട്. കരയിൽ പല ജീവജാലങ്ങൾക്കും മനുഷ്യൻ അറിയുന്നതിന് മുമ്പേ ദുരന്തങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയാറില്ലേ? അത് ഈ ഉണ്ടാകുന്ന മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളും കമ്പനങ്ങളും തിരിച്ചറിയാനുള്ള ശേഷിയും മറ്റുമാണ്. ഇതേപോലെ പലതരത്തിൽ നമ്മുടെ ലിമിറ്റിനപ്പുറമുള്ള ചില സംഭവങ്ങളെ തിരിച്ചറിയാൻ കടലിലുള്ള ജീവജാലങ്ങൾക്ക് കഴിയുമായിരിക്കും. അല്ലാതെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ആകർഷിക്കുന്ന ഇത്തരം വാർത്തകളെ നിങ്ങൾ ഫാൾസ് ഇൻഫർമേഷനായിട്ട് റിപ്പോർട്ട് ചെയ്ത് വിടുക. അല്ലാതെ ഇതിന് പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരം സംഭവത്തിൽ പ്രധാനപ്പെട്ട ഒരു മെമ്പറായിട്ടുള്ള ആംഗ്ലർ ഫിഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓർ ഫിഷിനെക്കുറിച്ചും അതുപോലെ തന്നെ കടൽ തീരങ്ങളിൽ ജീവനോടെ അടിയുന്ന തിമിംഗലങ്ങളുടെ രഹസ്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡുകളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ